അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ, എന്റെ സമുദായത്തിലെ ഉലമാക്കന്മാർ ഇസ്രായേലിയ കുടുംബത്തിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പോലെയാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, ആലിമീങ്ങൾ അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അപ്പൊ അള്ളാഹുവിന്റെ അംബിയാക്കന്മാർ എന്തൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചോ അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് ഉലമാക്കന്മാർ. ഖിയാമത്ത് വരെ അള്ളാഹുവിന്റെ ദീൻ നിലനിർത്തേണ്ടവരാണ്. ഈ കാര്യം ശരിക്കും മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഉലമാക്കന്മാർ അള്ളാഹുവിന്റെ ദീനിനും സുന്നത്ത് ജമാഅത്തും നിലനിൽപ്പില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അള്ളാഹുവിന്റെ വലിയും ആരിഫുമായ വിജ്ഞാനത്തിന്റെ സമുദ്രമായ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹു മഹാനവരുടെ അധ്യക്ഷതയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മഹത്തായ സംഘടനയ്ക്ക് രൂപം നൽകി. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നും നിലനിൽക്കുന്നു. അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടെ ദീൻ ഉണ്ടായിരുന്നില്ല, സുന്നത്ത് ജമാഅത്ത് ഉണ്ടായിരുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ എതിൽ പ്രവർത്തിക്കുന്നവർ അവരെ എതിൽ പ്രസംഗിച്ചുകൊണ്ടും വാദപ്രതിവാദം ചെയ്തുകൊണ്ടിട്ടും സുന്നത്ത് ജമാഅത്ത് നിലനിർത്തിയത് സമസ്തയാണ്. 10,000-ഓളം വരുന്ന മദ്രസകളെ ഉണ്ടാക്കിയും കൊണ്ട് ഈ സമുദായത്തെ ദീനിയായ ഇൽമിൽ ഉയർത്തിയത് സമസ്തയാണ്. നൂറിക്കണക്കായ കോളേജുകൾ സ്ഥാപിച്ചുകൊണ്ട് വലിയ വലിയ പണ്ഡിതന്മാരെ വാർത്തുവിടുന്നത് സമസ്തയാണ്. അത് എന്ത് വേണം, ഈ സമസ്ത എന്ന് പറയും മഹത്തായ സംഘടനയാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കായ തങ്ങൾ മുതൽ ഇന്ന് വരെയും അതിനു വേണ്ടി പറിച്ചത് മഹാൻ പറഞ്ഞതുപോലെ സാധിക്കങ്ങളാണ്. പൊള്ളന്മാരോ കള്ളന്മാരോ വഞ്ചകന്മാരോ അല്ല, നല്ലവരായ ആളുകളാണ് ഈ കാര്യ മഹത്തായ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അതുകൊണ്ട് എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, സമസ്ത എന്നുള്ള ബർക്കത്താക്കപ്പെട്ട സംഘടന നിങ്ങൾ എല്ലാവരും അതിന്റെ പിന്നിൽ അണിനിരക്കുകയും സമസ്തന്റെ സഹായികളാവുകയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവക സഹായങ്ങൾ ഉണ്ടായിരിക്കണമെന്നും എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി സമസ്തന്റെ എതിരിൽ പ്രവർത്തിക്കുന്ന ഒരു കക്ഷികൾ നിങ്ങൾക്കറിയാം. അവരാരാ? മഹാന്മാരായ ഉസ്താദന്മാരെ തെറി പറഞ്ഞുകൊണ്ട് അവരെ പേരിൽ കേസ് കൊടുത്തുകൊണ്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കിയവരവർ. ഉസ്താദന്മാരെ ബഹുമാനിക്കേണ്ട പരിശുദ്ധ ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ളതാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, അൽ ഈമാനു തഅലീമു മാ അല്ലമല്ലാഹ്. അള്ളാഹ് പറഞ്ഞു, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ ഈമാനിൽപ്പെട്ടതാണ്. അൽ ഈമാനു തഅലീമു മാ അല്ലമല്ലാഹ്. അള്ളാഹ് ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിക്കൽ ഈമാൻ. അപ്പൊ എന്ത് വേണം? ഒരു മനുഷ്യന്റെ ഈമാൻ ശരിയാവേണമെങ്കിൽ, മുഅ്മിനാവേണമെങ്കിൽ എന്ത് വേണം? ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. മല്ലം യർഹം സഗീറനാ വലം യുവക്കിർ കബീറനാ. മുസ്തഫ നബി പറയാം, ചെറിയവരോട് കൃപ കാണിക്കുകയും വലിയവരെ ബഹുമാനിക്കുകയും ചെയ്യാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. അപ്പൊ എന്ത് വേണം? ഒരാൾ മുഅ്മിനാവണമെങ്കിലും മുസ്ലിം ആവണമെങ്കിലും സുന്നി ആവണമെങ്കിലും എന്ത് വേണം? ബഹുമാനിക്കണം. നിങ്ങൾ ഓർക്ക് ബഹുമാനപ്പെട്ട മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സമയത്ത് ബഹുമാനപ്പെട്ട ഹരീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ കയറി വരികയാണ്. ഈ ഹരീമത്തു സഅദിയ ആരാണ്? മുസ്തഫ നബിക്ക് മുല കൊടുത്ത ഉമ്മയാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യുന്നു? ഹരീമത്തു സഅദിയെ കണ്ടപ്പോൾ അള്ളാഹിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്ന് മുസ്തഫ നബിന്റെ തലയിലുണ്ടായിരുന്ന തലയേക്കടി ഹരീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ഇരിക്കാൻ വേണ്ടി മുസ്തഫ നബി ഇരിച്ചോട്ടില്ല. മുല കൊടുത്ത് വളർത്തിയുണ്ടാക്കിയ ഉമ്മയാണ്. അതിനെ ബഹുമാനിക്കണം എന്നുള്ള നിലയ്ക്കല്ലേ അള്ളാഹുവിന്റെ റസൂല് ചെയ്ത്. അതിന് പറഞ്ഞു അള്ളാഹിന്റെ റസൂലിനെ കാണാൻ പ്രായമുണ്ടായിരിക്കും ഹരീമത്തു സഅദ്. അപ്പൊ വയസ്സിന് മൂത്തരെ ബഹുമാനിക്കണം, മുല കൊടുത്ത ഉമ്മയെ ബഹുമാനിക്കും. അപ്പൊ ബഹുമാനിക്കേണ്ട ആൾക്കാരാണ് വയസ്സിന് മൂത്തവര്, ആലിമീങ്ങൾ, സാലിഹീങ്ങൾ എന്ന പോലെ തന്നെ മാതാപിതാക്കന്മാര്, ഉസ്താദന്മാര്, ഇവരൊക്കെ ബഹുമാനിക്കണം. ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യണ്ട? നിങ്ങൾക്ക് എറിഞ്ഞുകൂടെ ഇബ്ലീസിന്റെ കേസ്? ഇബ്ലീസ് ആരായിരുന്നു? ഇബ്ലീസ് അള്ളാഹുവിനക്ക് സുജൂദ് ചെയ്ത ഇബ്ലീസിന്റെ നെറ്റിത്തടം തട്ടാത്ത ഒരു സൂചിക്ക് കുറാനുള്ള ഒരു സ്ഥലം അള്ളാഹിന്റെ ആകാശത്തിലോ ഭൂമിയിലോ ഉണ്ടായിരുന്നില്ല. ഇത്ര അധികം അള്ളാഹുവിന് സുജൂദ് ചെയ്ത ആളാണ് ഇബ്ലീസ്. അള്ളാഹുവിന്റെ മലക്കുകളുടെ നേതാവായി പ്രവർത്തിച്ച ആളാണ് ഇബ്ലീസ്. ഇബ്ലീസ് എന്തായി കാഫർ? എന്താ കാരണം? ഉസ്താദിനെ ഒന്നിച്ചല്ലേ? മഹാനായ ആദം നബി അലൈഹിസ്സലാം എന്താണ്? ഉസ്താദാണ്. ഉസ്താദിന് സുജൂദ് ബഹുമാനിച്ച് സുജൂദ് ചെയ്യാൻ വേണ്ടി ആരോട് പറഞ്ഞു? അള്ളാഹിന്റെ മലക്കുകളോടും. ആ കൂടത്തിൽ ഇബ്ലീസ് ഉണ്ടായിരുന്നില്ല. അള്ളാഹ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ഉൾപ്പെടെയുള്ള
എല്ലാ മലക്കുകളും സുജൂദ് ചെയ്ത് ഇബ്ലീസ് സുജൂദ് ചെയ്യുക. അല്ലാഹു ചോദിച്ചു, എന്തുകൊണ്ട് നീ സുജൂദ് ചെയ്തില്ല? ഇബ്ലീസ് എന്തേ മറുപടി പറഞ്ഞു, ഞാൻ ഖൈറും മിൻഹു, പഠിച്ചവനെ ഞാൻ ആദമിനെ ഖൈറ, ഉസ്താദിനെക്കാണ് വലിയ ആളാണ്. അല്ലാഹു പറഞ്ഞു, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, എടാ പുറത്തു പോ, നീ ശപിക്കപ്പെട്ടവനാ. ഇതെന്തായി? അന ഖൈറും മിൻഹു എന്നുള്ളൊരു ഒറ്റ വാക്കാണ്, ഉസ്താദിനെ നിന്ദിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന വാക്കാണ്. ഇബ്ലീസ് കാഫിറാണ്. ബൽആമുവിന് ബാഉറ എന്നൊരു മനുഷ്യനെ കേട്ടിട്ടുണ്ട്. അയാൾ ആരായിരുന്നു? ലൗഹിൽ മഹ്ഫൂദിൽ എഴുതി വെച്ചത് ഇവിടെ ഇരുന്ന് വായിക്കാൻ കഴിഞ്ഞിരുന്നു. 12,000 പണ്ഡിതന്മാർ അയാളുടെ ചുറ്റുപാട്ടിലിരുന്ന് അയാളുടെ വായിൽ നിന്ന് വീഴുന്ന ഇൽമി എഴുതിയെടുക്കാനുണ്ടായി. അയാൾ എന്ത് കാര്യം അള്ളാഹിനോട് ചോദിച്ചാലും ഉടൻ അതിന് ഉത്തരം ഉണ്ടായി. ഇങ്ങനത്തതായ ബൽആം അവസാനം കാഫിറായി. ഖുർആനിൽ അയാളുടെ ചരിത്രം. കാരണം എന്താ? മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ നിന്ദിച്ചു, അവരെ എതിൽ പറഞ്ഞു. ഇബ്നു സക്ക എന്ന് പറയുന്നൊരു മഹാപണ്ഡിതൻ, മഹാനായ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖിന്റെ കൂടെ ബഗ്ദാദ് നിളാമിയ കോളേജിൽ പഠിച്ചിരുന്ന ആളാണ്. പിന്നീട് ആ ചങ്ങായി എന്തായി? കോളേജിൽ നിന്ന് പുറപ്പെട്ട് വലിയ പണ്ഡിതനായി. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചു. അയാൾ പറഞ്ഞു, പ്രസംഗിച്ച്. അന്നെന്റെ യഹൂദിയ പണ്ഡിതന്മാരും നസറ ബനിയന്മാരുമായിട്ട് വാദപ്രതിവാദം ചെയ്തു. പരിശുദ്ധ ഇസ്ലാം സത്യസമ്പൂർണമായ മതമാണെന്ന് തെളിയിച്ചു. അങ്ങനത്തെ ഇബ്നു സക്ക കാഫിറായി. എന്താ? അള്ളാഹു ബഹുമാനിക്കാൻ പറ്റുന്ന ഒരു ഓരിയനെ നിന്ദിച്ചു. അതാക്കാൻ അതുകൊണ്ട് ബഹുമാനം മുഅ്മിനീങ്ങൾ ഇവരാരാന്നറിയോ? മഹാന്മാരായ ഉസ്താദന്മാരെ നിന്ദിച്ചവരാണ്, അവരെ തെറി പറഞ്ഞവരാണ്, അവരുടെ പേരിൽ കേസ് കൊടുത്തവരാണ്. അതുകൊണ്ട് എന്ത് വേണം? അതിലാരും തന്നെ പെട്ടു. ഈമാനാണ് കേടുവെച്ച. ബഹുമാനിക്കേണ്ടവനെ ബഹുമാനിക്കാത്തതുകൊണ്ട് കാഫിറായ ചരിത്രമാണ് ഇസ്ലാമിലുള്ളത്. അപ്പൊ എന്ത് വേണം? ഉസ്താദന്മാരെ ബഹുമാനിക്കണം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ആരിഫ്യങ്ങൾ ഇങ്ങനെ ബഹുമാനിക്കുന്നതിനൊക്കെ ബഹുമാനിക്കണം. ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാത്തവന് സുന്നി എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞിട്ട് മുജാഹിദ് ജമാഅത്ത് പോലെ ഒരു പ്രസ്ഥാനം എന്നല്ലാതെ ഇവരെ പറ്റി സുന്നികളുടെ വകുപ്പിൽ അവരെ എണ്ണാൻ പറ്റുകയില്ല എന്ന് എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരും മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും ആ കട്ടകാലത്തിൽ പെട്ടെങ്കിൽ വേഗം മരുന്ന് രാജിവെച്ച് നിങ്ങൾ എന്ത് വേണം? സമത്തിന്റെ സഹായികളാവണം. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനക്ക് തഖ്വ ചെയ്യണം, നിങ്ങൾ നല്ലവരോടുകൂടെയാവണം, സത്യവാന്മാരോടുകൂടെയാവണം. സമസ്തന്റെ എല്ലാ ആലിമികളും സത്യവാന്മാരാണ്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ പറ്റുന്ന മഹാപണ്ഡിതന്മാരാണ് സമസ്തന്റെ 40 ആലിമീങ്ങൾ. ഇവര് പൊള്ളു പറഞ്ഞ് തെളിയിക്കാൻ കഴിയില്ല. സമസ്തയുടെ ഏതെങ്കിലും പണ്ഡിതനെ പറ്റി പൊള്ളു പറഞ്ഞു, അല്ലെങ്കിൽ സത്യത്തിന് വിരോധമായി പറഞ്ഞു, അല്ലെങ്കിൽ ബഹുമാനിക്കേണ്ടവരെ നിന്ദിച്ചു എന്ന് നിങ്ങൾക്കൊരാളെ പറ്റിയും പറയാൻ പറ്റുകയില്ല. ഇവരാരാ? ഉസ്താദന്മാരെ പറ്റി തെറി പറഞ്ഞവര്, ഉസ്താദന്മാരെ നിന്ദിച്ചവര്, ഉസ്താദന്മാരെ എതിരിൽ കേസ് കൊടുത്തവര്, ഈ നിലയ്ക്ക് ചെയ്തവരാണ്. അവരൊരു നിലയ്ക്കും സുന്നികളെന്ന് പറയാൻ പറ്റില്ല. ഇവിടെയുള്ള മുജാഹിദ് ജമാഅത്തിനെ പോലൊരു കക്ഷികളാണ് അവര് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രസ്ഥാനത്തിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു മാറണം. സമസ്തന്റെ പിന്നിൽ അടിനിരക്കണമെന്ന് ഇവിടെ കൂടി എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. റഹ്മാനായ റബ്ബ് സത്യത്തെ സത്യമായി മനസ്സിലാക്കി അതിനോട് പിൻപറ്റാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഈ മഹത്തായ സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഖിയാമത്ത് നാൾ വരെ യാതൊരു പോറലും കൂടാതെ അല്ലാഹു നിലനിർത്തി തരട്ടെ. അതിനുവേണ്ടി ആര് പ്രവർത്തിക്കുന്നുവോ, ആര് സഹായിക്കുന്നുവോ, ദുനിയാവിലും ആഖിറത്തിലും റഹ്മാനായ റബ്ബ് അവന്റെ മഹത്തായ ഫളിൽ കൊണ്ട് അവരെല്ലാം അല്ലാഹു തആല സഹായിക്കട്ടെ. ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ നിഅമത്തിന്റെ വീടായ സുഖലോക സ്വർഗത്തിലും അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെന്നുപോയി ചെറുതും വലുതുമായ എല്ലാ പാവങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും കഷ്ടപ്പാടുകളും അല്ലാഹു തീർത്തു തരട്ടെ. ഐശ്വര്യത്തെയും നിഅമത്തിനെയും ബർക്കത്തിനെയും അല്ലാഹു തിരിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.